ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ മാപ്പിലൂടെ കണ്ട് മനസ്സിലാക്കാവുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, പുല്ലുവിള, പൂവാർ ഈ 3 പ്ലേസും നമുക്ക് ഈ മാപ്പിലൂടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അത് മാത്രമല്ല, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ MSC അന്ന ഇപ്പോഴും മൂറിങ്ങിൽ തന്നെയാണ്. നമുക്ക് MSC അന്നയുടെ സിമ്പലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഈ പറയുന്ന പൂവാർ മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞം സീപോർട്ടിന്റെ STS ട്രെയിൻ ഉൾപ്പെടെ പോർട്ടിന്റെ പല ഭാഗവും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഈ കണ്ട പൂവാറും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും തമ്മിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അത് നമുക്ക് മെഷർമെന്റിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. കാരണം നമ്മൾ ഈ പൂവാർ മേഖലയിൽ അല്ലെങ്കിൽ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കപ്പൽ നിർമ്മാണശാല വേണം എന്നൊരാവശ്യം 2007 മുതലേ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ പഠനമാണ് 2024 വരെ നീണ്ട 17 വർഷം പഠനങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കണ്ട പൂവാർ എന്ന് പറയുന്ന മനോഹരമായ കടലോര പ്ലേസിൽ ഇനി പഠനങ്ങൾ മാത്രം നടക്കുകയാണോ അതോ പൂവാറിനെ പഠനത്തിൽ ഒതുക്കുകയാണോ എന്നും അറിയില്ല. നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് 30 വർഷത്തോളം പഠനങ്ങൾ മാത്രം നടന്നു. അതിനുശേഷമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വന്നു കഴിഞ്ഞ് ഫസ്റ്റ് ഫേസ് പണി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ട്രയൽ റൺ തുടങ്ങി. ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ 15ഓളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയത്. അതിൽ എടുത്തു പറയേണ്ടത് MSC ക്ലൗഡ് ജെറാഡ് ഉൾപ്പെടെ 8ഓളം മദർ ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയത്. MSC ക്ലൗഡ് ജെറാഡ് ആവട്ടെ സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ പോർട്ടിലാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ കയറുന്നത്. ആ ഷിപ്പ് വരെ നമ്മുടെ പോർട്ടിൽ വന്നുപോയി. ഏകദേശം 25,000 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഇതുവരെ സാധിച്ചു. അപ്പോൾ ഇനി അടുത്ത് പൂവാർ കപ്പൽ നിർമ്മാണശാല വരുന്നതും പ്രതീക്ഷയാണ് നമ്മളുള്ളത്. ഈ പ്രതീക്ഷ 17 വർഷം നീണ്ടു നിൽക്കുന്നു. ഇനിയും ചുവപ്പ് നാടിൽ കുടുങ്ങിക്കിടക്കുകയാണോ അതോ വെറും പഠനങ്ങൾ മാത്രം ഒതുക്കുകയാണോ? പൂവാറിന് എന്തൊക്കെ സവിശേഷതകളുണ്ട് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കാണുന്ന വ്യൂ ആവട്ടെ ഗൂഗിൾ മാപ്പാണ്. ഇതിൽ പൂവാർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് പൂവാറിന്റെ ഈ പ്ലേസിൽ നിന്നും നമുക്കൊരു മെഷർമെന്റിലോട്ട് പോകാം. നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം പോർട്ടും തമ്മിൽ എത്ര ദൂരം ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ ചുമ്മാ പറയുകയല്ല, നമ്മൾ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇതാ നമുക്ക് നോക്കാം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇതാ നിങ്ങൾ നോക്കൂ, 10 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഉള്ളത്. നമുക്ക് നോക്കാം. ഇതാ ഈ 10 കിലോമീറ്റർ ഇതാ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പൂവാർ എന്ന് പറയുന്ന സ്ഥലവും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും തമ്മിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. നമ്മൾ ചുമ്മാ പറയുകയല്ല, മെഷർമെന്റ് സഹായത്തോടെ എനിക്കും നിങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് മെഷർമെന്റിൽ കയറി കഴിഞ്ഞാൽ പൂവാറും നമ്മൾ ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ടും തമ്മിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അത് ഞാൻ കാണിച്ചു തരികയാണ്. അത് മാത്രമല്ല, തൊട്ടപ്പുറത്തും ഏതാണ്ട് ബൊളാട്ട് പുൾ ടെസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ കപ്പലിനെ പോർട്ടിനകത്തോട്ട് വലിച്ചു കയറ്റുന്ന ടഗ് പോർട്ടുകളുടെ കാര്യക്ഷമത അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തുന്ന ബൊളാട്ട് പുൾ ടെസ്റ്റ് നടത്തുന്ന സ്ഥലം നമ്മൾ ഈ കഴിഞ്ഞ വിഴിഞ്ഞം നമ്മുടെ ജുമാ മസ്ജിദിന്റെ അടുത്തുള്ള ബൊളാട്ട് പുൾ ടെസ്റ്റ് നടത്തുന്ന സ്ഥലവും തമ്മിൽ ഏകദേശം 10 കിലോമീറ്റർ ആണ് പൂവാർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് ഞാൻ എന്തിനാന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ 1 കിലോമീറ്റർ നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത വ്യൂയിലേക്ക് പോകാം. അടുത്ത പോയിന്റ് നമുക്ക് എടുത്തു പറയേണ്ടത്, നമ്മൾ ഈ പറയുന്ന പൂവാർ മേഖലയിൽ വാട്ടർ ഫ്രണ്ടേജ് അല്ലെങ്കിൽ പൂവാർ മേഖലയിൽ 2 കിലോമീറ്ററോളം നമുക്കിവിടെ അത് കണ്ട് മനസ്സിലാക്കാം. 2 കിലോമീറ്ററോളമാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന മെഷർമെന്റ് ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ജനസാന്ദ്രത കുറഞ്ഞുള്ള പ്ലേസ്, അതായത് പൂവാർ മേഖലയിൽ കപ്പൽശാല വന്നു കഴിഞ്ഞാൽ ഒരു വീട് പോലും ഒഴിഞ്ഞു മാറി താമസിക്കേണ്ടി വരില്ല. കാരണം ഈ പ്ലേസ് 2 കിലോമീറ്ററോളമുള്ള 200 ഏക്കർ പ്ലേസ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള പ്ലേസ് ആണ്. അതും നമ്മുടെ ഈ വരുന്ന കപ്പൽ നിർമ്മാണശാല വരുന്നതിനുള്ള പോസിറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ്. അതും നമുക്ക് ഈ മെഷർമെന്റിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ മനോഹരമായ പൂവാർ എന്ന് പറയുന്ന പ്ലേസ്. 2 കിലോമീറ്ററോളമാണ് നമ്മൾ മെഷർമെന്റിലൂടെ കണ്ട് മനസ്സിലാക്കിയത്. കടൽ പ്രദേശം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്ന പ്ലേസ്. അത് മാത്രമല്ല, 17 വർഷത്തിനിടയ്ക്ക് ഏകദേശം ധാരാളം പഠനങ്ങൾ നടത്തിയെങ്കിലും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പ്യാർഡും നടത്തിയ പഠനങ്ങളാണ് പൂവാറിന്റെ അനന്ത സാധ്യതകൾ കണ്ടെത്തിയത്. അതുമാത്രമല്ല, നമ്മൾ ഈ കണ്ട വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പദ്ധതി പൂർത്തിയാക്കി ധാരാളം മദർ വെസലുകളും ഫീഡർ വെസലുകളുമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നമ്മുടെ കൺമുന്നിലൂടെ വന്നു പോകുന്നത്. അങ്ങനെ വന്നു പോകുന്ന മദർ വെസലുകളും ഫീഡർ വെസലുകൾക്കും
അറ്റകുറ്റപ്പണികൾക്കും പുതിയ കപ്പൽശാലിനും അനുയോജ്യമായ പ്ലേസാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നമ്മുടെ ഈ പറയുന്ന പൂവാർ പ്ലേസ് അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പച്ച നിറത്തിലുള്ള ആരോ മാർക്കെല്ലാം കപ്പലുകളാണ്. അതായത് കടൽ ജലത്തിനെക്കാട്ടി കൂടുതൽ കപ്പലുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ടിലൂടെ ധാരാളം കപ്പലുകൾ, ധാരാളം എന്ന് പറയാൻ പറ്റില്ല, വർഷത്തിൽ ലക്ഷക്കണക്കിന് മദർ വസലുകളും ഫീഡർ വസലുമാണ് നമ്മുടെ ഈ പൂവാറിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലത്തൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ധാരാളം ഷിപ്പുകൾ സർവീസ് ആവശ്യത്തിനായിട്ട് നമ്മുടെ ഈ പൂവാർ കപ്പൽശാല തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വരാൻ ചാൻസ് 100%. അത്രയേറെ അടുത്താണ് നമ്മുടെ പൂവാർ കപ്പൽശാലയും ഈ പറയുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടും തമ്മിൽ. അതും പൂവാറിന്റെ പ്ലസ് പോയിന്റിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മളെ കണ്ട വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ പ്രത്യേകതകളിൽ ഒന്ന് നമ്മളെപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലേഷ്യ, സിംഗപ്പൂർ, ഇപ്പോൾ നമുക്ക് സിംഗപ്പൂർ പോർട്ട് കാണാൻ സാധിക്കും. സിംഗപ്പൂരിലെ പല പോർട്ടും കാണാൻ സാധിക്കും. സിംഗപ്പൂർ, മലേഷ്യ, മലാക്ക കടലിൽ കഴിഞ്ഞ ശേഷം ആൻഡമാൻ സീ കയറിയ ശേഷം ബേ ഓഫ് ബംഗാളിലെത്തി ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിന്റെ അടുത്തുകൂടി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്, വേണ്ടത്തിന്റെ തൊട്ടടുത്തുകൂടി അറേബ്യൻ സീ പിന്നിട്ടതിനു ശേഷം നമ്മൾ ഗൾഫ് ഓഫ് ഏദൻ വഴി റെഡ് സീയിലെത്തി സൂയിസ് കനാൽ വഴിയാണ് ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ട് ഉള്ളത്. ഈ ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ടിനിടയിൽ കൂടിയാണ് ലക്ഷക്കണക്കിന് കപ്പലുകൾ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കപ്പൽശാല ഇല്ല എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ അടുത്ത് നമ്മുടെ പൂവാറിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം കപ്പലുകൾ പൂവാറിൽ സർവീസിനെത്തും എന്നൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വിഴിഞ്ഞം പോർട്ടിനുള്ള പ്രത്യേകത പൂവാറിനുമുണ്ട് എന്ന് എടുത്തു പറയണം. വേറൊരു കാര്യം എടുത്തു പറയേണ്ട, മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം, നാച്ചുറൽ ആഴം എന്ന് പറയുന്നത് പൂവാറിന് 24 മീറ്റർ മുതൽ 30 മീറ്റർ വരെയാണ്. ഇത് ചുമ്മാ വാ കൊണ്ട് പറയുന്നതല്ല, പഠന റിപ്പോർട്ടിന്റെ ബേസിൽ പറയുന്നതാണ്. അതിനാൽ നാച്ചുറൽ ഡെപ്തുള്ള ഇന്ത്യയിലെ പല പോർട്ടും നോക്കിയെങ്കിലും നിലവിൽ പല പോർട്ടുകൾക്കും ഇല്ലാത്തൊരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ പൂവാറിനുള്ളത്. അതും ഒരു പ്ലസ് പോയിന്റുകളാണ്. ഇനിയും പ്ലസ് പോയിന്റുകളുണ്ട്, നമുക്ക് ഓരോന്നായി നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ മേപ്പെടുത്തു കഴിഞ്ഞാൽ ധാരാളം തുറമുഖങ്ങളാണ്, അല്ലെങ്കിൽ ധാരാളം കടലോര തീരങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു മാല പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പണ്ട് മുതലേ വിഴിഞ്ഞം പോർട്ട് പറയുമ്പോൾ നമ്മളെ കാണുന്ന മാല പോലുള്ള പോർട്ടുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ഡയമണ്ട് ലോക്കറ്റ് ആണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണെങ്കിൽ, നമ്മൾ ഈ കണ്ട കടലോര തീര പ്രദേശങ്ങളിലെല്ലാം പഠന റിപ്പോർട്ടിന് വിധേയമാക്കിയപ്പോൾ അവിടെ ആഴക്കുറവുണ്ട്, പല പ്ലേസിലും ആഴക്കുറവുണ്ട്. എന്നാൽ അത് പരിഹരിക്കാൻ ഡ്രഡ്ജിങ്ങിലൂടെ മണൽ മാറ്റി ആഴം കൂട്ടിയാലും മണിക്കൂറുകൾക്കകമാണ് അവിടെ മണൽ കൊണ്ട് നിറയുന്നത്. ആ ഒരു സാഹചര്യം രാജ്യത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ തൊട്ടടുത്തുള്ള പൂവാർ എന്നുള്ള പ്ലേസ് ഡ്രഡ്ജിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി 24 മുതൽ 30 മീറ്റർ വരെ നാച്ചുറൽ ആഴമുള്ള കടലോര പ്ലേസ് ആണ് നമ്മുടെ പൂവാർ. അതും റിപ്പോർട്ടിന്റെ ബേസിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി അടുത്തുള്ളത് നമ്മൾ ഈ കണ്ട നമ്മുടെ വിഴിഞ്ഞം, നമ്മുടെ ഈ പറയുന്ന പൂവാർ മേഖലയിൽ കപ്പൽശാല വന്നു കഴിഞ്ഞാൽ ബൊളാട്ട് പൂൾ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള, നമ്മളെപ്പോഴും പറയുന്നത് തന്നെ, ബൊളാട്ട് പൂൾ ടെസ്റ്റ് നടത്തുന്നതിന് വിഴിഞ്ഞം പോർട്ടിന്റെ തൊട്ടപ്പുറത്ത് ഹാർബറിന്റെ അടുത്തോട് ചേർന്ന് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം ജുമാ മസ്ജിദിന്റെ അടുത്ത് ബൊളാട്ട് പൂൾ ടെസ്റ്റിന് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ നേതൃത്വത്തിൽ ബൊളാട്ട് പൂൾ ടെസ്റ്റിനുള്ള സംവിധാനം അവിടെയുണ്ട്. അതിനാൽ കപ്പൽ വരുന്നതിന് മുന്നേ ആയിട്ട് ടഗ് ബോട്ടിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കപ്പലിനെ പുറത്തേക്ക് ഇറങ്ങുന്ന ടഗ് ബോട്ടിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇത്രയേറെ പ്രത്യേകതകൾ നമ്മുടെ ഈ പൂവാർ കപ്പൽശാല വരുന്നതിന് പോസിറ്റീവായിട്ട് മാത്രമുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രത്യേകത നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്ന പൂവാർ തീരപ്രദേശത്ത് വർഷം മുഴുവൻ കപ്പൽ വന്നു പോയാലും വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും അനുപാതം വളരെ കുറവുള്ള രാജ്യത്തിലെ ഒരേ ഒരു തീരപ്രദേശമാണ് പൂവാർ. അതും പൂവാറിന്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇത്രയേറെ പ്രത്യേകതയുള്ള പൂവാറിന്റെ തീരപ്രദേശങ്ങളിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കരയിലും കടലിലും നടത്തിയ പഠനം പൂർത്തിയായപ്പോൾ പൂവാറിന് പകരം വയ്ക്കാൻ രാജ്യത്തൊരിടമില്ല എന്ന് റിപ്പോർട്ട് വരെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു.
അതുമാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽശാല പൂവാറിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നികുതി ഇനത്തിലുള്ള കോടിക്കണക്കിന് വരുമാനമാണ് രാജ്യത്തിന് നേട്ടമുണ്ടാവുക. അതുകൂടാതെ നിരവധി തൊഴിലവസരങ്ങൾ പൂവാർ കപ്പൽശാലയിലൂടെ രാജ്യത്തിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏതൊരുവിധ സംശയവുമില്ല. ഇത്രയേറെ പോസിറ്റീവ് ഉള്ള സ്ഥലം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഇല്ല എന്ന് എല്ലാവരും തുറന്ന് സമ്മതിക്കുമ്പോൾ എന്തുകൊണ്ട് കപ്പൽശാല പൂവാറിൽ വരുന്നില്ല എന്നൊരു ചോദ്യത്തിന് ആരും തന്നെ ഉത്തരം പറയുന്നില്ല. നമുക്കത് അന്വേഷിച്ച് കണ്ടെത്താം എന്തുകൊണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.